നമ്മുടെ സഹോദരിമാരുടെ ചില അവസ്ഥകൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. റീൽസ് എടുക്കാൻ വേണ്ടി എത്ര കുടുംബങ്ങളാണ് ഇവർ തകർക്കുന്നത്. ഈ അടുത്ത് തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്തു. ദീപക് എന്ന് പറയുന്ന ഒരാൾ ബസ്സിൽ കയറുക, വീഡിയോ ചെയ്യുക. കഴുതപ്പുറത്താണ് ഈ അടുത്തൊരു സഹോദരി വീഡിയോ ചെയ്തത്. എനിക്ക് വല്ലാത്ത മോശ അനുഭവമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്തരത്തിലുള്ള യാത്ര, ഒറ്റയ്ക്കുള്ള യാത്ര പാടില്ലല്ലോ. ഈ സഹോദരിമാർ ഇത്തരത്തിലുള്ള യാത്രകൾ ചെയ്യുക, എന്നൊരു പീഡനകൾ അനുഭവിച്ചു എന്ന് പറയുക. ഈ പീഡനകൾ അനുഭവിച്ച ചില വീഡിയോസുകളൊക്കെ പുറത്തു വരുമ്പോഴൊക്കെ അതിൻ്റെ കൃത്യത പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങൾ ചിന്തിക്കുമല്ലോ. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ വിശ്വസിക്കാൻ മണ്ടന്മാരൊന്നുമല്ല ജനങ്ങൾ. അവരാ വീഡിയോയെക്കുറിച്ച് നന്നായി നോക്കും. ദീപക് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ബസ്സിൽ കയറി പാവം വീട്ടിലേക്കെത്തിയപ്പോൾ നല്ല കുടുംബത്തോട് മാന്യതയോട് ജീവിച്ചൊരു ആ കുടുംബത്തിൽ ഏക മകനാണ്. മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്. അവരാ മാതാപിതാക്കളെ മകനെ ആശ്രയിച്ച് കഴിയുകയാണ്. പെട്ടെന്ന് ഫോൺ തുറന്ന് നോക്കുമ്പോൾ വീടുന്നും പല സുഹൃത്തുക്കൾ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, എന്തിനാണ് ഇത്ര മോശത്തരമായത് നീ ചെയ്തത് എന്ന്. നോക്കുമ്പോൾ ഒരു പെൺകുട്ടി, സിഞ്ചിത മുസ്തഫ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തു, അത് പോസ്റ്റ് ചെയ്തു. എന്നിട്ടോ എനിക്ക് മോശമായ അനുഭവം ബസ്സിലുണ്ടായെന്ന് പറഞ്ഞ് അത് വീഡിയോ ചെയ്തു. ഇപ്പോൾ ഇതാ മറ്റൊരു പെൺകുട്ടി. നിരന്തരമായി ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, റീൽസ് ചെയ്യുന്നവരോട്, നിങ്ങൾ ഈ ചെയ്യുന്നത് തന്നെ പരിശുദ്ധതയിൽ പാടില്ലാത്തതാണ്. കാരണം ദീനിയായ വിഷയം സംസാരിക്കുന്ന നിങ്ങൾ മുസ്ലിമീങ്ങളായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളിത് ചെയ്യുന്നത് തന്നെ പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പോലും മറ്റുള്ളവർ കുടുംബത്തെ തകർക്കുന്ന ഒരു കാര്യം. ഈ ജോർഡാനിലെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനൊന്ന് ചെയ്തു എന്ന് അവിടെ മനസ്സിലാകുമ്പോൾ അവിടുത്തെ ശിക്ഷ 15 വർഷമാണ് അവനക്ക് തടവ്. അവനും ഒരു കുടുംബം ജീവിതമായി ജീവിക്കുന്നവനാണ്. ആ പെൺകുട്ടി അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നോക്ക്. എത്ര ദൂരത്താണ് ആ പെൺകുട്ടി, ആ ചെറുപ്പക്കാരൻ അങ്ങനെ അടുത്ത് അങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലാണ് യാത്രയാണെങ്കിൽ ആ പെൺകുട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ ഹൈറ്റിലായിരിക്കണം ആ പുരുഷൻ. കാരണം അല്ലെങ്കിൽ തന്നെ ഹൈറ്റായിട്ടാണ്, അതുകൊണ്ട് ബാക്കിലുള്ളത് കൊണ്ടാണ് പുറകിലായി കാണുന്നത്. എന്നിട്ട് ഒരു അന്യപുരുഷൻ്റെ കൂടെ ഇങ്ങനെ കഴുതയിൽ യാത്ര ചെയ്യാനൊരവസരം കിട്ടുമ്പോൾ പെട്ടെന്ന് പോകുന്നത് തന്നെ ശരിയല്ല. എന്നിട്ടൊന്ന് വീഡിയോ ചെയ്യുക, എനിക്ക് മോശമായ അനുഭവം ഉണ്ടായെന്ന് പറയുക, അവരുടെ കുടുംബത്തെ വല്ലാത്ത അവസ്ഥയിലാക്കാം. നമുക്ക് ദീപക് എന്ത് ചെയ്യണം? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കൂല. പിന്നെ വേറൊരു മാർഗ്ഗമില്ല. അവസാനം ജീവൻ ഒടുക്കി. ആ മാതാപിതാക്കൾക്ക് ആ മകൻ നഷ്ടപ്പെട്ട് യഥാർത്ഥത്തിൽ അവൻ ജീവൻ ഒടുക്കിയതിൽ അവനെ കൊന്നുകളഞ്ഞതാണ്. റീൽസൊക്കെ ചെയ്യുന്നവർ, നിങ്ങൾ ഇത്തരത്തിലുള്ള തമ്മാടിത്തരമായ റീൽസുകൾ ചെയ്യുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കൊരു ഹരമാണിത്. ഇതുകൊണ്ട് എത്ര ആളുകളാണല്ലോ ചില പ്രാങ്ക് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാങ്ക് വീഡിയോ ഇങ്ങനെ ചെയ്യുക, എന്നിട്ടത് സോഷ്യൽ മീഡിയയിലിടുക. എന്നിട്ട് ആ കുടുംബം അത് കാണുമ്പോൾ ആ കുടുംബത്തിന് എത്ര വിഷമമുണ്ടാവും, എത്ര സങ്കടം ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടാലോ, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊന്നുമകനെക്കുറിച്ച്, നിങ്ങളേറെ സ്നേഹിക്കുന്ന പൊന്നുമകൻ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അതിൽ കയറി, ആ പെൺകുട്ടി വീഡിയോ ചെയ്തു, എന്നെ ഇങ്ങനെ ആക്രമിച്ചു, എന്നോട് മോശമായി പെരുമാറി. പക്ഷേ അത് നിങ്ങളുടെ മകനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആങ്ങളെയാണ്, നിങ്ങളുടെ വീടിൻ്റെ അത്താണിയായ ആങ്ങളെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ സ്വന്തം ആളാണ് അത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത്. ആ വീഡിയോ ഒന്നും ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ അതറിയാം ആ സംഭവങ്ങളൊക്കെ. കാരണം ഒരു അന്യ സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട്, വീഡിയോ ആയതുകൊണ്ട് അത് അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾ ആലോചിക്കണം. എത്ര 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 കുടുംബങ്ങളാണ് ഒരു വീഡിയോ ചെയ്തത് അപ്ലോഡ് ചെയ്യുമ്പോൾ ചിന്തിക്കണോ, ആ പെൺകുട്ടി അതിൽ കാണുന്ന ഓരോ രംഗങ്ങളുണ്ടല്ലോ,
എത്രത്തോളം അതിൽ കള്ളത്തരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ എവിടെയാണ്, ഇവളെവിടെയാണ്. ഇവളത്രക്കും സൂക്ഷ്മത പാലിക്കുന്നവളാണെങ്കിൽ അവൻ്റെ കൂടെ പോയത് തന്നെ ശരിയല്ലല്ലോ. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരു പുരുഷൻ്റെ കൂടെ പോകുമ്പോൾ തീർച്ചയായും മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്, ഒറ്റക്ക് ഒരു സ്ത്രീ പുരുഷന്മാർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഉണ്ടായാൽ അവിടെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നാം പഠിച്ച് മദ്രസയിൽ പഠിച്ച് പിന്നെ ഇങ്ങനെ റീൽസുമായി പുറത്തും, അത് നമ്മുടെ സ്വന്തം നാട്ടിലുമല്ല, ജോർഡാനിൽ പോയി വീഡിയോ ചെയ്യാൻ, ആരെന്ന് പരിചയമില്ലാത്തവൻ്റെ മുമ്പിൽ പോയിരിക്കുക, അവൻ ബാക്കിലിരിക്കുക. എന്നിട്ടോ എനിക്ക് മോശമായ അനുഭവം. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട്. കാരണം ഈ പെൺകുട്ടി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഒന്നും വ്യൂസ് വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൂടാനുള്ളൊരു മാർഗമാണ്. എന്നിട്ട് ആ പെൺകുട്ടി വീണ്ടും കരഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഓരോന്ന് പറയുന്നുണ്ട്. ഒക്കെ ആ ജോർഡാനിൻ്റെ ചെറുപ്പക്കാരൻ, ആ കുടുംബം, അവൻ്റെ ഉപ്പയും, അവനിക്കൊരു ഉപ്പ ഉണ്ടാവില്ലേ, അവനിക്കൊരു ഉമ്മയുണ്ടാവില്ലേ, അവനിക്കും ഒരു കുടുംബം ഉണ്ടാവില്ലേ, ആ കുടുംബക്കാരിത് കണ്ടാൽ എന്തായിരിക്കും? വർഷങ്ങളായി അവൻ അവിടെ ഈ ഗൈഡ് ചെയ്യുന്നത്, എന്നിട്ടോ ഇങ്ങനെ ഒരു മോശം അനുഭവം അവിടെ നിന്നുണ്ടായില്ല. അത് പെട്ടെന്നാണ് നമ്മുടെ ഈ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടി പോകുമ്പോൾ ഉണ്ടായത്. ഓരോ കാര്യങ്ങളും നമ്മുടെ സഹോദരിമാർ ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി വരുമ്പോൾ അവരുടെ കുടുംബത്തെ, അവരുടെ മക്കളെ, അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണം. നോക്ക്, ദീപക് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവൻ അല്ലേ, ജീവൻ ഒടുക്കാതെ പിന്നെ എന്ത് ചെയ്യണം? മില്യൺ കണക്കിൽ ജനങ്ങളാണത് കണ്ടത്. ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ? ഇനി ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു നല്ല ഹരമാണ് അതങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലും കളിയാക്കലും. പിന്നെ വേറെ ഒരു ഗതിയില്ലാതെ കണ്ട് പാവം അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ കുടുംബത്തോട് കളിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇതൊക്കെ പുറത്തിങ്ങനെയാണല്ലോ. അതല്ലാതെ ഇല്ലാത്തതും പറഞ്ഞു കുടുംബത്തിൽ തെറ്റിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. എല്ലാം കൃത്യമായി കാണുന്ന അള്ളാഹുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. ഇതൊരു ചെറിയ ജീവിതമാണ്, ചെറിയ ഒരു പണത്തിന് വേണ്ടി അല്ലേ, നിങ്ങൾക്ക് മില്യൺ കണക്കിൽ വ്യൂസ് കിട്ടുമ്പോൾ ചെറിയൊരു പണം കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഇവിടെ ശാശ്വതമായി കഴിയുന്നവരല്ല, ഒരു ദിവസം മരണപ്പെട്ടു പോകും. ആ മരണപ്പെട്ടു പോയാൽ ആ സമയത്ത് എല്ലാം കണക്കുകൾ അള്ളാഹുവിനോട് കൃത്യമായി പറയേണ്ടി വരും. നിങ്ങളെ കാരണം കൊണ്ട് ഒരാളുടെ കണ്ണീർ, ആ മാതാപിതാക്കൾ കരഞ്ഞ് പറയുന്ന കാര്യം, തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന, സുബ്ഹാനല്ലാഹ്, അതൊക്കെ കാണണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അവർ ചെയ്ത ഓരോ വീഡിയോകൾ കൃത്യമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിൽ വലിയ കള്ളത്തരങ്ങളുണ്ട്. കഴുതപ്പുറത്ത് പോകുമ്പോൾ കഴുതപ്പുറത്ത് പോയവർക്കറിയാം, സാധ്യതയില്ല. അത്രയ്ക്കും അവളും അവനും ഇരിക്കുന്ന ഒരു സാഹചര്യം കൃത്യമായൊന്ന് വീക്ഷിച്ചു നോക്കിയാൽ അങ്ങനൊന്നുമില്ല. പിന്നെ അവൾ മുഖത്ത് കാണിക്കുന്ന പല ഇത് കാണുമ്പോൾ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചുകൂടാ. അവൾക്ക് ആദ്യം തന്നെ അറിയാം ഇത് കിട്ടുന്ന നല്ല അവസരമാണ്, ഇത് മുതലെടുക്കണമെന്ന് അവൾ ആദ്യം കരുതിക്കൂട്ടി തന്നെയാണ് കയറും പോലെയാ തോന്നുന്നത്. അള്ളാഹു നമ്മുടെ പെൺമക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളുമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.